ഇന്നത്തെ വീഡിയോയിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ ചാൻസ് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഒരെണ്ണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ വീഡിയോ കണ്ടുവെക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ഇഡ്ഡലിയും ദോശയെല്ലാം ഉണ്ടാക്കുന്നവരാണല്ലേ. പക്ഷേ രാത്രി അരച്ചിട്ടാൽ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടാൻ ഭയങ്കര പാടാണല്ലേ, പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത്. അപ്പം അരിമാവ് നന്നായിട്ട് പൊങ്ങി കിട്ടാനുള്ള ഒരു ടിപ്പാണ് ആദ്യം പറഞ്ഞു തരുന്നത്. തലേ ദിവസം നമ്മൾ അരി അരച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ള കാസറോളിൽ ഒഴിച്ചു വെക്കുക. കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ വലിയ പാത്രത്തിൽ വലിയ കാസറോൾ ഒഴിച്ച് വെക്കണം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ, എൻ്റെത് ചെറിയ കാസറോളായതുകൊണ്ട്. എന്നിട്ട് രാത്രി ഫുള്ളായിട്ട് നിങ്ങൾ മൂടി വെക്കുക. രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് കുക്കറിൽ ചെയ്താലും. തലേ ദിവസം നമ്മൾ കുക്കറിൽ അരിയൊക്കെ അരച്ച് ഒഴിച്ചിട്ട് നമ്മൾ മൂടി വെച്ചാൽ രാവിലത്തേക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ ചെയ്തു നോക്കാത്തവരാണെങ്കിൽ ചെയ്തു നോക്കുക കേട്ടോ. ഇനി അടുത്തൊരു നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് പറഞ്ഞു തരാം. ഇത് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്താക്കുക, ഇതുപോലെ ചെറിയൊരു ബോട്ടിൽ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ടൊമാറ്റോ സോസിൻ്റെ ബോട്ടിലാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ മൂടി ഉണ്ടല്ലോ, അതിൽ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഹോളിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഹോളിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കുപ്പിയിൽ കുറച്ച് പെനോൽ ഒഴിച്ചു കൊടുക്കുക. പെനോൽ ഒഴിക്കുമ്പോൾ വെള്ളം ചേർക്കാണ്ട് ഒഴിക്കണം കേട്ടോ. മാക്സിമം വെള്ളം നിങ്ങൾ ഒഴിവാക്കിയാൽ അത്രയും നല്ലതാണ്. അപ്പോൾ പെനോയിൽ ഇല്ലെങ്കിൽ കംഫർട്ട് ഉണ്ടാവുമല്ലോ, കംഫർട്ടിൻ്റെ ചെറിയൊരു സാമ്പിൾ പാക്കറ്റ് വാങ്ങിയിട്ട് അതങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുക, വെള്ളം ചേർക്കരുത്. അപ്പോൾ ഇതാ ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് വെച്ചിട്ട് മൂടി വെക്കാം. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടോയ്ലറ്റിലും ബാത്റൂമിലും ആ ജനലിൻ്റെ സൈഡിലായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാറുണ്ടല്ലോ. ബാത്റൂമും നമ്മുടെ ടോയ്ലറ്റും ഒന്നും ആ ഒരു ബാഡ് സ്മെല്ലേ, നമ്മളതിൽ എത്ര തേച്ചാലും ചെറിയൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെപ്പം തുറന്ന് നോക്കിയാലും നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. ഇനി അടുത്ത ടിപ്പ് പറഞ്ഞുതരാം. ഇതും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ ചോറിലുണ്ടാക്കുന്ന അരി ഉണ്ടല്ലോ, സാധാ അരി, അത് റേഷനായാലും ഏതരിയായാലും അത് നമ്മൾ എന്ത് ചെയ്യുക, കാസറോളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ നല്ല ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം, ചൂടല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് അടച്ചു വെക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ ഹാഫ് കുക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിനെ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോറ് വെക്കുന്നതിന് മുമ്പ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് വിറകിൻ്റെ ഉപയോഗം കുറക്കാൻ പറ്റും. അതായത് നമുക്ക് പെട്ടെന്ന് ചോറ് വെന്ത് കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലത്തെ കുറുവരിയെല്ലാം അങ്ങനത്തെ അരിയെല്ലാം നമ്മൾ അടുപ്പിലിട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഇതിനെ കൊണ്ടുള്ള വേറൊരു ഉപയോഗം എന്ന് വെച്ചാൽ ഈ ഹാഫ് കുക്കായിട്ടുള്ള അരി അരച്ചിട്ട് നമുക്ക് നെയ്പ്പത്തിലോ അരിപ്പത്തിലോ ഉണ്ടാക്കാൻ പറ്റും. മിക്സിയിലോ ഗ്രൈൻഡറിലോ ഏതിലാന്ന് വെച്ചാൽ അരച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള പത്തിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഞാനതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ടിപ്പ് പറഞ്ഞുതരാം. ഇത് പേഴ്സണലി എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ട ഒരു ടിപ്പാണ് കേട്ടോ. എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമാണ്. പ്രത്യേകിച്ചും ഈ പഞ്ചസാര പാത്രത്തിൽ ഇഷ്ടം പോലെ ഉറുമ്പുണ്ടാവും. പക്ഷേ എനിക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടിയത് ഇങ്ങനെ ചെയ്തപ്പോഴാണ്. ഒരു 2-3 ഗ്രാമ്പു നമ്മൾ പഞ്ചസാര പാത്രത്തിൽ ഇട്ട് വെച്ചാൽ ഉറുമ്പിൻ്റെ ശല്യം ഒട്ടും ഉണ്ടാവില്ല. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടിപ്പാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അതും നമ്മൾ കാസറോൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാസറോൾ നമ്മൾ സാധാരണ എന്തിനെല്ലാം ഉപയോഗിക്കുക, ചോറും കറി അല്ലെങ്കിൽ പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് വെച്ചിട്ട് വേറൊരു ഉപയോഗം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചായ ഉണ്ടല്ലോ, ചായ നമ്മൾ കാച്ചിയിട്ട് ചൂടോടെ തന്നെ ഇതിൽ വെച്ചാൽ കുറച്ച് സമയം നമുക്ക് ചൂടോടെ തന്നെ കിട്ടും. അപ്പം നിങ്ങൾ വിചാരിക്കും ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചാൽ പോരെന്ന്. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഫ്ലാസ്കിൽ ചായ വെച്ചാൽ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്, ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതങ്ങനെയല്ല, ഇതിൽ വെച്ചാൽ ഫ്രഷായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരുന്നത്. ഇപ്പോഴും ആവി പറക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഒരു അരമണിക്കൂർ 1 മണിക്കൂറെല്ലാം ചൂട് നിൽക്കും. ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം.
ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. നമ്മളിപ്പം ഭട്ടൂരക്കും കുബൂസിനെല്ലാം മാവ് കുഴച്ചിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറല്ല റെസ്റ്റ് ചെയ്യാൻ വെക്കലുണ്ട്. അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് എന്തായാലും ഇത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പോലെ മാവ് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഓവനിൽ വെച്ചാൽ മതി കേട്ടോ. ഓവനിൽ വെക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം 1 മിനിറ്റ് ഒന്ന് ഓണാക്കിയിട്ടിടുക. അപ്പോൾ 1 മിനിറ്റ് ഓണാക്കി കഴിയുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓഫാക്കിയിട്ട് ഈ മാവ് അതിനകത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഓഫാക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറെല്ലാം ആകുമ്പം തന്നെ നമുക്ക് നല്ലോണം പൊങ്ങി കിട്ടും. അപ്പോൾ ഇത് ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലെല്ലാം ഇതുപോലെ യൂസ് ചെയ്യാണ്ട് വെക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടാവില്ലേ, കോട്ടിംഗ് എല്ലാം പോയിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ട് മൂലക്കെല്ലാം വെച്ച പാത്രം ഉണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ ഒരു റീയൂസ് ഞാൻ പറഞ്ഞുതരാം. അതേ സൈസിൽ നമ്മളൊരു വാഴയിലെടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അടുപ്പിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിൽ ഫിഷ് പൊരിച്ചെടുക്കാം. ഫിഷോ ബീഫോ മീറ്റോ എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ പൊരിച്ചെടുക്കാൻ പറ്റും. വാഴയിലയിൽ പൊരിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അധികം ഓയിലും വേണ്ട. പിന്നെ നോൺ സ്റ്റിക്കിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ, അടിയിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ലോണം ഫ്രൈ ആയിട്ട് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ട്രൈ ആക്കാത്തവരാണെങ്കിൽ ട്രൈ ആക്കി നോക്ക്. ഇനി അടുത്ത ടിപ്പ് നോക്കാം. അടുത്തത് മുട്ടത്തോട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മിക്സി എടുത്തിട്ട് ഈ മുട്ടത്തോടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ പ്രശ്നമില്ല, പുഴുങ്ങാണ്ട് നമ്മൾ ഓംലെറ്റെല്ലാം ഉണ്ടാക്കുന്ന പച്ചമുട്ടൻ്റെ തോടാണെങ്കിൽ ഒന്ന് കഴുകിയിട്ടെടുക്കണേ. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക, മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. ഇതിങ്ങനെ പൊടിച്ചാൽ മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂടുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ വേറൊരു ടിപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം പൊടിച്ചിട്ട് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ 1 ടേബിൾ സ്പൂണ് ഉപ്പും 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂണ് നമ്മുടെ സോപ്പ് പൊടി ഉണ്ടല്ലോ, അത് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ എന്താക്കുക, നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ചായക്കറയൊക്കെ ഉള്ള പാത്രം ഉണ്ടാവില്ലേ, കുറേ നാളായിട്ട് പോവാണ്ട് പിടിച്ചു പോയ കറയുള്ള പാത്രങ്ങളെല്ലാം നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പാത്രം ഞാൻ അങ്ങനെ ഉപയോഗിക്കലില്ല, ഇതിങ്ങനെ ചായക്കറയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ മോശമായ പാത്രമാണ് കേട്ടോ. ഇതുപോലെ പോവാത്ത കറയെല്ലാം നമുക്ക് ഇത് വെച്ചിട്ട് നല്ലോണം ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.